ഇംഗ്ലീഷ് ഇൻ കോണ്ടെക്സ്റ്റിലെ ഗ്രാമർ യൂസേജ് 1-ലെ നൗൺസ് ആൻഡ് പ്രോനൗൺസ് എന്നുള്ള ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നൗൺ. എ നൗൺ ഈസ് എ വേർഡ് റിഫറിംഗ് ടു ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ്, തിങ്, സ്റ്റേറ്റ് ഓർ എ ക്വാളിറ്റി. ഒരാളുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു സാധനത്തിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ പേരോ ഒരു ക്വാളിറ്റിയോ സൂചിപ്പിക്കുന്ന പേരാണ് നൗൺ. Nouns are words that name things. They can name a huge variety of things. വസ്തുക്കൾക്ക് പേരിടുന്ന വാക്കുകളാണ് നൗൺസ്. നൗൺസിന് വെറൈറ്റിയായ പല വസ്തുക്കൾക്കും പേരിടാൻ കഴിയും. എക്സാമ്പിൾസ് നോക്കാം. പീപ്പിൾ, ആൾക്കാരുടെ പേരുകൾ. ടീച്ചർ, സ്റ്റുഡൻറ്റ്, ഡോക്ടർ, ഫ്രണ്ട്, മേരി തുടങ്ങിയവ ഒരു പേഴ്സണിനെ സൂചിപ്പിക്കുന്നതോ ഓർ അവരുടെ പേരുകളോ ആണ്. പ്ലേസസ്, സ്കൂൾ, ഹൗസ്, സിറ്റി, പാർക്ക്, ഇന്ത്യ തുടങ്ങിയവ ഓരോ സ്ഥലങ്ങളുടെ പേരുകളാണ്. തിങ്സ്, ബുക്ക്, ടേബിൾ, കാറ്, കമ്പ്യൂട്ടർ, ഐഡിയ തുടങ്ങിയവ വസ്തുക്കളുടെ പേരുകളാണ്. ആനിമൽസ്, ഡോഗ്, കാറ്റ്, ബേർഡ്, ലയൺ, ഫിഷ് തുടങ്ങിയവ ആനിമൽസിൻ്റെയോ ബേർഡ്സിൻ്റെയൊക്കെ പേരുകളാണ്. ഐഡിയാസ്, ലവ്, ഹാപ്പിനെസ്, ഫ്രീഡം, ജസ്റ്റിസ്, കറേജ് തുടങ്ങിയവ ആശയങ്ങൾ പോലത്തെ പേരുകളാണ്. ഇവൻറ്റ്സ്, ബർത്ത്ഡേ, വെഡ്ഡിംഗ്, ഗ്രാജുവേഷൻ, കൺസേർട്ട്, ഗെയിം എന്നിങ്ങനെയുള്ളവ ഓരോ സംഭവങ്ങളുടെ പേരുകളാണ്. ക്വാളിറ്റീസ്, ബ്യൂട്ടി, സ്ട്രെങ്ത്, ഇൻ്റലിജൻസ്, ഓണസ്റ്റി, കൈൻഡ്നെസ് തുടങ്ങിയവ വിശേഷണങ്ങളുടെ പേരുകളാണ്. ഇനി ടൈപ്സ് ഓഫ് നൗൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 8 ടൈപ്സ് ഓഫ് നൗൺസ് ആണ് ഉള്ളത്. പ്രോപ്പർ നൗൺ. ദി പെർട്ടിക്കുലർ നെയിം ഓഫ് ദ പ്ലേസ് ഓർ എ പേഴ്സൺ ഈസ് നോൺ ആസ് ദി പ്രോപ്പർ നൗൺ. ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ വിശേഷിക്കപ്പെട്ട പേരുകളെ പ്രോപ്പർ നൗൺ എന്ന് പറയുന്നു. കളക്റ്റീവ് നൗൺ. എ നെയിം ഓർ നൗൺ യൂസ്ഡ് ടു ഡിനോട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, തിങ്സ് ഓർ എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഈസ് കോൾഡ് എ കളക്റ്റീവ് നൗൺ. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ, ഒരു വസ്തുക്കളെ അല്ലെങ്കിൽ ഒരു ആനിമൽസിൻ്റെ ഗ്രൂപ്പ് തുടങ്ങിയവയെ ഡിനോട്ട് ചെയ്യുന്ന പേരുകൾക്ക് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നു. എക്സാമ്പിൾ, കമ്മിറ്റി, സ്ക്വാഡ്, ഫാമിലി. കോമൺ നൗൺ. ദി കോമൺ നെയിം ഗിവൻ ടു എവറി പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ആക്ടിവിറ്റി ബിലോങ്ങിങ് ടു ദ സെയിം കൈൻഡ്. ഒരേ തരത്തിലുള്ള ഓരോ വ്യക്തിക്കും, സ്ഥലത്തിനും, വസ്തുക്കൾക്കും ഓർ ഒരേ തരത്തിലുള്ള പ്രവൃത്തിക്കും നൽകിയിരിക്കുന്ന പൊതുവായ നാമത്തിന് കോമൺ നൗൺ എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, എ കോമൺ നൗൺ ഈസ് നോട്ട് എ നെയിം ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ്, ആക്ടിവിറ്റി ഓർ ഐഡിയ. ഒരു പ്രത്യേക വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ആക്ടിവിറ്റിയുടെയോ പേരുകളൊന്നും കോമൺ നൗൺ അല്ല. എക്സാമ്പിൾ, ഗേൾ, ബോയ്, മെൻ, വിമൻ, ലോയർ, റോഡ്. മെറ്റീരിയൽ നൗൺ. The names used to mention materials or substances which are made up of and can be perceived by our sense. നമ്മുടെ സെൻസ് ഓർഗൻസ് കൊണ്ട് നിർമ്മിച്ചതോ അല്ലെങ്കിൽ അതുകൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതുമായ വസ്തുക്കളെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന പേരുകളെ മെറ്റീരിയൽ നൗൺ എന്ന് പറയുന്നു. എക്സാമ്പിൾ, ഗോൾഡ്, അലൂമിനിയം, അയൺ, പ്ലാസ്റ്റിക്, സിമൻറ്റ്. കോൺക്രീറ്റ് നൗൺ. The names used for the materials or the things which have physical existence or that materials are tangible. Physical existence ഉള്ളതോ സ്പർശിക്കാവുന്നതോ ആയ വസ്തുക്കൾക്കും അവ ഉപയോഗിക്കുന്ന പേരുകൾക്കും കോൺക്രീറ്റ് നൗൺ എന്ന് പറയുന്നു. എക്സാമ്പിൾ, ചെയർ, ബെഡ്, കാർ, ടെലിവിഷൻ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺസ്. Abstract nouns. The names which are used for an idea, quality, concept or condition. ഒരു ആശയം, ഗുണം അല്ലെങ്കിൽ അവസ്ഥ എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന പേരുകളെ അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നു. ശ്രദ്ധിക്കുക, അബ്സ്ട്രാക്ട് നൗൺസ് ആർ നോട്ട് ഫിസിക്കൽ സബ്സ്റ്റൻസസ്. ദേ ഡോണ്ട് ഹാവ് ഫിസിക്കൽ എക്സിസ്റ്റൻസ്. എക്സാമ്പിൾ, ഫ്രണ്ട്ഷിപ്പ്, ലവ്, ഫ്രീഡം, എക്സലൻസ്, പേഷ്യൻസ്. Countable noun. Nouns that can be counted and are plural, that can occur in a noun phrase with a numeral or an indefinite article. ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു നമ്പറിൻ്റെ കൂടെയോ പറയുന്ന കൗണ്ട് ചെയ്യാൻ പറ്റുന്ന പ്ലൂറൽ ആയിട്ടുള്ള നൗൺസിനെ കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നു. കോമൺ നൗൺസ് ആൻഡ് കോൺക്രീറ്റ് നൗൺസ് ക്യാൻ ബി കൗണ്ടബിൾ നൗൺസ്. കോമൺ നൗൺസും കോൺക്രീറ്റ് നൗൺസും കൗണ്ടബിൾ നൗൺസ് ആകാം. എക്സാമ്പിൾ, 1 man, 2 books, 4 students, etc. Uncountable noun. The noun that cannot be counted
is known as an uncountable noun. കൗണ്ട് ചെയ്യാൻ കഴിയാത്ത നൗണിനെ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നു. ഓൾ അബ്സ്ട്രാക്ട് നൗൺസ് ആർ അൺകൗണ്ടബിൾ നൗൺസ് ബട്ട് നോട്ട് ഓൾ അൺകൗണ്ടബിൾ നൗൺസ് ആർ അബ്സ്ട്രാക്ട്. എല്ലാ അബ്സ്ട്രാക്ട് നൗൺസും അൺകൗണ്ടബിൾ നൗൺസ് ആണ്, പക്ഷേ എല്ലാ അൺകൗണ്ടബിൾ നൗൺസും അബ്സ്ട്രാക്റ്റ് അല്ല. എക്സാമ്പിൾ: വർക്ക്, നോളജ്, വാട്ടർ, ഷുഗർ, അഡ്വൈസ്. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദി ടീം സെലിബ്രേറ്റഡ് ദർ വിക്ടറി. ഇവിടെ ടീം എന്നുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. സോ ടീം ഈസ് എ കളക്റ്റീവ് നൗൺ. ഗോൾഡ് ഈസ് എ പ്രീഷ്യസ് മെറ്റൽ. ഗോൾഡ് അത് മെറ്റീരിയൽ നൗൺ ആണ്. ഹാപ്പിനെസ് ഈസ് ദ കീ ടു എ ഗുഡ് ലൈഫ്. ഇവിടെ ഹാപ്പിനെസ് എന്നുള്ളത് ഒരു ഫീലിംഗ് ആണ്. സോ ഹാപ്പിനെസ് ഈസ് ആൻ അബ്സ്ട്രാക്ട് നൗൺ. ഇന്ത്യ ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി. ഇവിടെ ഇന്ത്യ എന്നുള്ളത് നെയിം ഓഫ് എ സ്പെസിഫിക് പ്ലേസ് ആണ്. സോ ഇറ്റ് ഈസ് എ പ്രോപ്പർ നൗൺ. ദി ഡോഗ് ബാർക്ക്ഡ് ലൗഡ്ലി. ഡോഗ് ഈസ് എ കോമൺ നൗൺ ബിക്കോസ് ഡോഗ് ഒരു ജനറൽ ടേം ആണ്. ദർ വാസ് എ ലോട്ട് ഓഫ് ട്രാഫിക് ഓൺ ദ റോഡ് ടുഡേ. ഇവിടെ ട്രാഫിക് എന്നുള്ളത് അൺകൗണ്ടബിൾ നൗൺ ആണ്. വേറൊരു എക്സസൈസ് കൂടി നോക്കാം. റീഡ് ദി സെൻറ്റൻസ് ആൻഡ് ക്ലാസിഫൈ ഈച്ച് നൗൺ. ദി ടീച്ചർ ഗേവ് ദി സ്റ്റുഡൻസ് എ ലെസൺ ഓൺ പേഷ്യൻസ്. ഇവിടെ ടീച്ചർ എന്നുള്ളത് കോമൺ നൗൺ ആണ്, സ്റ്റുഡൻസ് കോമൺ നൗൺ ആണ്. പേഷ്യൻസ് എന്നുള്ളത് ഒരു ക്വാളിറ്റി അല്ലേ, അപ്പം അത് അബ്സ്ട്രാക്ട് നൗൺ ആണ്. മൈ മദർ ബോട്ട് എ ടേബിൾ മെയ്ഡ് ഓഫ് വുഡ്. മദർ എന്നുള്ളത് കോമൺ നൗൺ ആണ്, ടേബിൾ കോമൺ നൗൺ ആണ്. വുഡ് എന്നുള്ളത് ഒരു മെറ്റീരിയൽ നൗൺ ആണ്. ലണ്ടൻ ഈസ് ഫേമസ് ഫോർ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്സ്. ലണ്ടൻ എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ പ്ലേസിന്റെ പേരല്ലേ, സോ ലണ്ടൻ ഈസ് എ പ്രോപ്പർ നൗൺ. ലാൻഡ്മാർക്സ് കോമൺ നൗൺ. ദി ഫ്ലോക്ക് ഓഫ് ഷീപ്പ് ഗ്രേസ്ഡ് ഇൻ ദ ഫീൽഡ്. ഫ്ലോക്ക് എന്നുള്ളത് ഒരു കളക്ഷൻ ആണ്, സോ ഇറ്റ് ഈസ് എ കളക്റ്റീവ് നൗൺ. ഷീപ്പ് കോമൺ നൗൺ, ഫീൽഡ് കോമൺ നൗൺ. ഹോണസ്റ്റി ഈസ് ഓൾവേസ് ദ ബെസ്റ്റ് പോളിസി. ഹോണസ്റ്റിയും പോളിസിയും അബ്സ്ട്രാക്ട് നൗൺ ആണ്. ഇനി പ്രൊനൗൺ എന്താണെന്ന് നോക്കാം. എ പ്രൊനൗൺ ഈസ് എ വേർഡ് ദാറ്റ് റിപ്ലേസസ് എ നൗൺ ഇൻ എ സെന്റൻസ് ടു അവോയ്ഡ് റെപ്പറ്റീഷൻ. റിപ്പറ്റീഷൻ ഒഴിവാക്കിയിട്ട് നൗണിന് പകരം യൂസ് ചെയ്യുന്ന വേർഡാണ് പ്രൊനൗൺ. എക്സാമ്പിൾ: ജോൺ ഈസ് സ്ലീപ്പിംഗ്. ഹി വിൽ വേക്ക് അപ്പ് അറ്റ് 8 AM. ജോൺ ഉറങ്ങുകയാണ്, അവൻ 8 മണിക്ക് എഴുന്നേൽക്കും. ഇവിടെ ഹി എന്നുള്ളതാണ് പ്രൊനൗൺ. ഹി എന്ന് യൂസ് ചെയ്തത് ജോണിനെ ഉദ്ദേശിച്ചിട്ടാണ്. വീണ്ടും ജോൺ എന്ന് തന്നെ ആവർത്തിക്കുന്നതിന് പകരം ഇവിടെ ഹി എന്ന് യൂസ് ചെയ്യുന്നു. സബ്ജക്റ്റ് ആകുമ്പോഴുള്ള പ്രൊനൗൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഐ, ഹി, ഷീ, ദേ, വി. ശ്രദ്ധിക്കുക, വേറെയും ഒരുപാട് പ്രൊനൗൺസ് ഉണ്ട്. പ്രൊനൗണ് ഒബ്ജക്റ്റ് ആകുമ്പോഴുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മീ, ഹിം, ഹെർ, ദം, എക്സെട്ര. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഈസ് മൈ ബുക്ക്, ദാറ്റ് ഈസ് യുവേഴ്സ്. He hurt himself. I saw a bird. It was beautiful. Can you tell me who is calling? Who is waiting at the door? Fill up using pronouns. I can't find my keys. Can you help me look for it? ഇവിടെ സബ്ജക്റ്റ് ഐ ആയതുകൊണ്ട് ക്യാൻ യു ഹെൽപ്പ് മീ എന്നാണ് വരിക. ഇവിടെ കീസ് പ്ലൂറൽ ആയതുകൊണ്ട് ലുക്ക് ഫോർ ദം ആണ് വരിക. She is coming to the party with her friends. He is coming to the party with his friends എന്നായാലും കുഴപ്പമില്ല. The dog chased its tail in circles. ഇവിടെ ഡോഗ് സിംഗുലർ ആണ്, സോ ഇറ്റ്സ് എന്നാണ് വരിക. I found a wallet and returned it to its owner. He didn't know the answer, so I explained it to him. She ആയാലും കുഴപ്പമില്ല. They haven't finished their homework yet. ഇവിടെ ഹാവ് ആയതുകൊണ്ട് ഷീ, ഹി ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ആർക്കൊക്കെയാണ് ഹാവ്, ഹാസ് വരാൻ നോക്കാം. ഇവിടെ കാണിച്ച ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെ ഹാസ് വരും. ഐ, യു, ദേ, വി കൂടെ ഹാവ് വരും. ദി സ്റ്റുഡൻസ് സ്റ്റഡീഡ് ഹാർഡ് ഫോർ ദെയർ എക്സാം. ഇവിടെ സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ട് ദെയർ എന്നാണ് വരിക. ഹി ഹേർട്ട് ഹിസ് ലെഗ് പ്ലേയിങ് സോക്കർ. She can handle the situation on her own. I told my parents about the school trip. സബ്ജക്റ്റ് എങ്ങനെയാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് പ്രോണൗൺ മാറ്റം വരുത്തുക. ഈ ഒരു എക്സസൈസ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കൂ.